നിങ്ങൾ പോവോ ക്ഷണിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങളെ അതിന് പ്രതീക്ഷിക്കണ്ട. അതെ, അന്ന് അവൾ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് പറഞ്ഞതൊന്നും ഞങ്ങൾ ആരും മറന്നിട്ടില്ല. ഈ വീടിന്റെ പടി ഇറങ്ങിയതോടെ അവളുടെ സ്വഭാവം മാറി. ഞങ്ങൾ പറഞ്ഞാലും നിങ്ങൾ വരില്ലാന്ന് അറിയായിരുന്നു. എന്നാലും പറയാതെ പോകുന്നത് ശരിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലമ്മേ ഇവര് വരില്ലാന്ന്. അല്ലെങ്കിൽ തന്നെ വന്നിട്ട് എന്തിനാ? അവൾക്കാരാ ഇവിടെ വിരുന്നൊരുക്കുന്നത്? അമ്മ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്താ മതി. അതെന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ആദ്യം ദുർഗ ഇങ്ങോട്ട് വരുമോന്ന് അറിയട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയല്ല. അയ്യോ, അവളെ ക്ഷണിക്കാൻ പോകുന്ന നിങ്ങളെ പറഞ്ഞാ മതിയല്ലോ. അതെന്താ, ദുർഗ ഇവിടുത്തെ ആരുമല്ലേ? അവൾക്ക് നല്ല രീതിയിൽ കല്യാണവും നടത്തി കൊടുക്കാൻ പറ്റില്ല. ഇനി വിരുന്നിനെങ്കിലും ക്ഷണിക്കണ്ടേ? അഷിതയ്ക്ക് വേണ്ടതെല്ലാം മുറ പോലെ ഇവിടെ ചെയ്തില്ലേ? എന്റെ മോളെ ഇവളെ കമ്പയർ ചെയ്ത് സംസാരിക്കരുത് കേട്ടോ. ദുർഗ നാടും നാട്ടുകാരും അറിഞ്ഞ് മര്യാദയ്ക്ക് ഒരു കല്യാണം കഴിച്ചൊന്നുമല്ല. അവൾക്ക് തോന്നിയപ്പോ ഊരും പേരും അറിയാത്ത ഒരുത്തന്റെ കൂടെ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയി സ്വന്തം കല്യാണം തനിച്ച് നടത്തി വന്നതാ. അതെ, അങ്ങനെയുള്ളവർക്ക് മുറ പോലെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. അതെ, ദുർഗമോളെ അങ്ങനെ ഒരു കല്യാണം കഴിച്ചത് നിന്നെയൊക്കെ പേടിച്ചിട്ട് തന്നെയാ. കിരണ്ണ നിനക്കൊന്നും കണ്ണു പിടിക്കില്ലായിരുന്നല്ലോ. അതും പോരാഞ്ഞിട്ട് രണ്ടാം കെട്ടുകാരനെയും അപ്പന്റെ പ്രായമുള്ള വയസ്സനെയും ഒക്കെയല്ലേ അവൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ചു കൊണ്ടുവന്നത്. ഇനിയിപ്പോ അഞ്ജുവിന്റെ കല്യാണം നടത്താനാ നിങ്ങൾ ആലോചിക്കുന്നത്. അതിനിടയിൽ ദുർഗക്കൊരു ജീവിതം വേണ്ടേ? അവളെ നോക്കാൻ ആരും ഇല്ലെന്ന് മനസ്സിലായപ്പോ അവള് സ്വയം അവളുടെ കാര്യം നോക്കി. ആ, അങ്ങനെ സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തിയുള്ളവള് അവളുടെ കാര്യം നോക്കി ജീവിച്ചോട്ടെ. അതിലിടപെടാൻ ഞങ്ങൾ ആരും വരുന്നില്ല. വെറുതെ ഇവരോട് സംസാരിച്ച് നമ്മുടെ ആരോഗ്യം കളയുന്ന എന്തിനാ ദേവാ? വാ നമുക്ക് പോകാം, വാ. ശരിയല്ല.